21-ാം നൂറ്റാണ്ടിലെ യുദ്ധങ്ങൾ കേവലം അതിർത്തികളിൽ മാത്രം ഒതുങ്ങുകയല്ലെന്ന് ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്യാധുനിക സാങ്കേതിക വിദ്യയും ആഗോള വ്യാപാര ശൃംഖലയും മനുഷ്യാവകാശ ബോധ്യങ്ങളും ഇഴചേർന്ന് കിടക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു ആധുനിക യുദ്ധതന്ത്രങ്ങൾ. ഗാസയിലും ലെബനിലും ആക്രമണം തുടരുന്ന ഇസ്രായേലിന് അടുത്തിടെ നേരിടേണ്ടി വന്നത് ഒരു നയതന്ത്ര വ്യാപാര തിരിച്ചടി ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ്. പടക്കോപ്പുകൾക്കായി യൂറോപ്പിലേക്ക് കണ്ണു നട്ടിരുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനും സംഘത്തിനും വില്ലനായി അവതരിച്ചിരിക്കുന്നത് ബെൽജിയം കസ്റ്റംസ് ആണ്. ബ്രിട്ടനിൽ നിന്നും ഇസ്രായേലിലേക്ക് അയച്ച നിർണായക സൈനിക ഉപകരണ ഘടനയിൽ ബെൽജിയം തടഞ്ഞുവെച്ച സംഭവം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം 2024 മാർച്ച് 24 ബ്രിട്ടനിൽ നിന്ന് പുറപ്പെട്ട ചില ചരക്കുകൾ ബെൽജിയത്തിലെ ലീച്ച് വിമാനത്താവളത്തിൽ എത്തിയതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. സാധാരണഗതിയിൽ ഒരു ട്രാൻസിറ്റ് പോയിന്റ് എന്ന നിലയിലാണ് ഈ വിമാനത്താവളം ഉപയോഗിക്കപ്പെടുന്നത്. അവിടെ എത്തിയ ചരക്കുകൾ 2 ദിവസത്തിനു ശേഷം ഇസ്രായേൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചലഞ്ച് എയർലൈൻസിന്റെ കാർഗോ വിമാനത്തിൽ ടെൽ അവീവിലേക്ക് കൊണ്ടുപോകാനായിരുന്നു നിശ്ചയിച്ചിരുന്നത്. സാധാരണ വാണിജ്യ ചരക്കുകൾ എന്ന ലേബലിലായിരുന്നു ഇവരുടെ നീക്കം. എന്നാൽ ബെൽജിയത്തിലെ സമാധാന സംഘടനയായ റൈറ്റ് എഫക്റ്റി ഈ നീക്കത്തിന് സംശയം പ്രകടിപ്പിക്കുകയും അധികൃതർക്ക് കൃത്യമായ വിവരം നൽകുകയും ചെയ്തു. ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങളിൽ സിവിലിയന്മാരുടെ മരണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ യൂറോപ്പിലൂടെയുള്ള ഇത്തരം ആയുധ നീക്കങ്ങൾ നിയമവിരുദ്ധമാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി. സംഘടനയുടെ ഇടപെടലിനെ തുടർന്ന് ബെൽജിയം കസ്റ്റംസ് ചരക്കുകൾ വിശദമായി പരിശോധനയ്ക്ക് വിധേയമാക്കാൻ തീരുമാനിച്ചു. പരിശോധനയിൽ ഈ ചരക്കുകൾ കേവലം വ്യാപാര വസ്തുക്കളല്ലെന്നും സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന അതീവ പ്രാധാന്യമുള്ള ഉപകരണ ഘടനകളാണെന്നും വ്യക്തമാക്കി. ഷിപ്പിംഗ് രേഖകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം ഇവ സൈനിക വിമാനങ്ങളുടെയും മിസൈലുകളുടെയും ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ സഹായിക്കുന്ന ഫയർ കൺട്രോൾ സംവിധാനങ്ങളുടെയും ഭാഗങ്ങളാണെന്ന് കസ്റ്റംസ് കണ്ടെത്തി. ബ്രിട്ടനിൽ ഫാക്ടറികളുടെ അമേരിക്കൻ ബഹുരാഷ്ട്ര കമ്പനിയായ മുക്-ഇൻ ആണ് ഈ ചരക്കുകൾക്ക് പിന്നിലെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. യുദ്ധവിമാനങ്ങളിലും ഡ്രോണുകളിലും ഉപയോഗിക്കുന്ന നിർണായക സാങ്കേതിക വിദ്യകൾ നിർമ്മിക്കുന്ന കമ്പനിയാണിത്. സമാനമായ ചരക്കു നീക്കങ്ങൾ ഇതിനു മുൻപും ലീച്ച് വിമാനത്താവളം വഴി നടന്നിട്ടുണ്ടെന്ന വിവരവും ഇതോടൊപ്പം പുറത്തു വന്നു. ഇത് ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിലെ പല സ്വകാര്യ കമ്പനികളും ഇസ്രായേലിന്റെ യുദ്ധ ശൃംഖലയിൽ സജീവ കണ്ണികളാണ്. ഈ ചരക്കുകൾ തടഞ്ഞുവെച്ചതിന് പിന്നാലെ ബെൽജിയത്തിലെ വലോണിയ മേഖലയുടെ തലവൻ ആൻഡ്രിയൻ ഡോളിമോഡ് നടത്തിയ പ്രസ്താവന അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കക്ഷികളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്ന ഉപകരണങ്ങൾക്ക് ലൈസൻസ് നൽകില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ബെൽജിയത്തിന്റെ നയപരമായ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ ഗാസയിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നുവെന്ന ആരോപണം ശക്തമായ സാഹചര്യത്തിൽ ഇത്തരം ആയുധ ഘടകങ്ങൾ അയക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാകുമെന്ന് ബെൽജിയം ഭയപ്പെടുന്നു. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധികൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്തിന് സൈനിക സഹായം നൽകുന്നത് തങ്ങളെയും കുറ്റകൃത്യത്തിന്റെ ഭാഗമാക്കുമെന്നും ബെൽജിയം തിരിച്ചറിയുന്നു. യൂറോപ്യൻ രാഷ്ട്രീയത്തിൽ ഇസ്രായേലിനെതിരായ നിലപാട് കൂടുതൽ കടുക്കുന്നതിന്റെ സൂചനയാണിത്. ഇസ്രായേൽ പലസ്തീൻ സംഘർഷം ആരംഭിച്ചതിനു ശേഷം ലോകമെമ്പാടുമുള്ള സമാധാന സംഘടനകളും മനുഷ്യാവകാശ പ്രവർത്തകരും ഇസ്രായേലിലേക്കുള്ള ആയുധ വിതരണം നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി കാനഡ, നെതർലൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങൾ നേരത്തെ തന്നെ ആയുധ കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ബെൽജിയത്തിന്റെ പുതിയ നടപടി ഈ ആഗോള പ്രവണതയുടെ തുടർച്ചയാണ്. ആയുധങ്ങൾ കൈമാറുന്നത് കേവലം ലാഭം ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു വ്യാപാരമല്ലെന്നും അതുപയോഗിച്ച് നടത്തുന്ന കുറ്റകൃത്യങ്ങളിൽ വിതരണക്കാർക്കും പങ്കുണ്ടെന്നുമുള്ള ധാർമ്മികമായ ചോദ്യം ലോകം ഇന്ന് ഗൗരവത്തോടെ കാണുന്നു. ഓരോ വിമാനവും ഓരോ കപ്പലും രാഷ്ട്രീയമായ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന ഒരു കാലമാണിത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക നൽകുന്ന ആയുധങ്ങൾക്കൊപ്പം യൂറോപ്പിൽ നിന്നുള്ള ഇത്തരം ചെറിയ ഘടകങ്ങളും അവരുടെ യുദ്ധത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് അത്യാവശ്യമാണ്. അവ ഓരോന്നായി തടയപ്പെടുന്നത് ഇസ്രായേലിനെ കടുത്ത പ്രതിസന്ധിയിലാക്കും. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടിയാണ്. യുദ്ധം നീണ്ടുപോകും തോറും പടക്കോപ്പുകളുടെ ആവശ്യം വർദ്ധിച്ചു വരികയാണ്. ഒരു വശത്ത് ഇറാനിൽ നിന്നും ഹിസ്ബുള്ളയിൽ നിന്നുമുള്ള ഭീഷണി നേരിടുമ്പോൾ മറുവശത്ത് ലോകരാജ്യങ്ങൾ ഓരോന്നായി ഇസ്രായേലിനെ കൈവിടുകയാണ്. അമേരിക്കൻ പിന്തുണ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾ ഇത്തരത്തിൽ വഴി തടയുന്നത് ഇസ്രായേലിന്റെ ആത്മവിശ്വാസത്തെ ബാധിക്കും. ബെൽജിയം പിടിച്ചെടുത്തത് 2 പെട്ടി ചരക്കുകളാണോ അതോ വലിയൊരു കപ്പൽ നിറയെ ആയുധങ്ങളാണോ എന്നതല്ല ഇവിടെ പ്രധാനം. മറിച്ച് യൂറോപ്പിലേക്കുള്ള ഇസ്രായേലിന്റെ സുരക്ഷിതമായ ആയുധ വഴി തടഞ്ഞു എന്ന സന്ദേശമാണിത് നൽകുന്നത്. ഇനി അവരുടെ വാതിൽക്കൽ ഇസ്രായേൽ മുട്ടും. ഏഷ്യൻ രാജ്യങ്ങളോ അതോ മറ്റേതെങ്കിലും സ്വകാര്യ ഏജൻസികളോ അവരെ സഹായിക്കാൻ തയ്യാറാകുമോ എന്നത് കാത്തിരുന്നു കാണേണ്ടതാണ്. ഗാസയിലെ വംശഹത്യ ആരോപണങ്ങളും ലെബനിലെ ആക്രമണങ്ങളും ലോകത്തിന്റെ മനസാക്ഷിയെ ഉയർത്തിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയും വിവിധ മനുഷ്യാവകാശ സംഘടനകളും പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്.
ഈ സാഹചര്യത്തിൽ ആയുധങ്ങൾ നൽകുന്നത് നിർത്തലാക്കാൻ സർക്കാരുകൾക്ക് മേൽ ജനകീയ സമ്മർദ്ദമേറുന്നു. ബെൽജിയത്തിലെ സമാധാന സംഘടനകൾ കാണിച്ച ജാഗ്രത ലോകമെമ്പാടുമുള്ള സിവിൽ സൊസൈറ്റി സംഘടനകൾക്ക് പുതിയ ഊർജ്ജം നൽകും. വിമാനത്താവളത്തിൽ ഉടനീളം തുറമുഖങ്ങളിലും നടക്കുന്ന ഓരോ നീക്കവും ഇപ്പോൾ ജനകീയ നിരീക്ഷണത്തിനാണ്. ഇത് ആഗോളതലത്തിൽ ഇസ്രയേലിനെ ഒറ്റപ്പെടുത്തുന്നതിലേക്ക് നയിക്കും. ബെൽജിയം കസ്റ്റംസിന്റെ ഈ നടപടി ചരിത്രപരമായ ഒരു മാറ്റത്തിന്റെ മുന്നറിയിപ്പാണ്. യുദ്ധം എന്നത് വെറും അതിർത്തിയിലെ വെടിയൊച്ചകളല്ലെന്നും അത് അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങളുടെയും നിയമവ്യവസ്ഥയുടെയും പരീക്ഷണശാലയാണെന്നും ഈ സംഭവം തെളിയിക്കുന്നു. ഇസ്രയേലിന്റെ ആയുധ വഴികൾ ഓരോന്നായി അടയുമ്പോൾ അത് അവരെ നയതന്ത്ര ചർച്ചകളിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചേക്കാം. ആയുധങ്ങൾ കൊണ്ട് നേടാനാവാത്ത സമാധാനം ചർച്ചകളിലൂടെ നേടണമെന്ന ലോകത്തിന്റെ ആഗ്രഹം ഈ നടപടിയിലൂടെ പ്രതിഫലിക്കുന്നു. ബെൽജിയം തടഞ്ഞുവെച്ച ആ സൈനിക ഘടകങ്ങൾ ഇസ്രയേലിന് നഷ്ടമായ വെറും പടക്കോപ്പുകളല്ല, മറിച്ച് അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആഗോള വിശ്വസ്തതയുടെ അടയാളം കൂടിയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ സമാനമായ നിലപാടുകൾ സ്വീകരിച്ചാൽ മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറിയേക്കാം. ഭൂമിയിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നായിരിക്കുമ്പോഴും ചെറിയൊരു രാജ്യത്തെ വിമാനത്താവളത്തിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഇസ്രയേലിന് വഴങ്ങേണ്ടി വരുന്നത് ആധുനിക ലോകക്രമത്തിന്റെ ശക്തിയാണ് കാണിക്കുന്നത്. യുദ്ധക്കളത്തിലെ തീപ്പൊരികളെക്കാൾ കരുത്തുണ്ട് നീതിക്ക് വേണ്ടിയുള്ള ഇത്തരം നിശബ്ദമായ ഇടപെടലുകൾക്ക്.